വയനാട് പടിഞ്ഞാറത്തറയിൽ മീനുമുട്ടി വാട്ടർഫോൾസിൽ നിന്ന് 3 കിലോമീറ്ററും ബാണാസുര സാഗർ ഡാമിൽ നിന്ന് 5 കിലോമീറ്ററും ഡിസ്റ്റൻസിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൗണ്ടെയിൻ വൈബ്സ്. 6 കോട്ടേജസുകളായി 30 മുതൽ 35 പേർക്ക് കപ്പാസിറ്റിയുള്ള ഒരു റിസോർട്ടാണിത്. ബാണാസുരക്കടുത്തുള്ള ഒരു മികച്ച സ്വിമ്മിംഗ് പൂൾ റിസോർട്ടും കൂടിയാണിത്. തൊള്ളായിരം കണ്ടിയിൽ ഒരു എ ഫ്രെയിമിൽ താമസിച്ചാലോ, അതും ഒരു പ്ലഞ്ച് പൂളോട് കൂടി. അതാണ് നമുക്ക് ഫോസിൽ 900 വുഡ്സ് സമ്മാനിക്കുന്നത്. ഇവിടെ 5 തരം റൂമുകളുണ്ട്. 6000 രൂപ മുതലാണ് റിസോർട്ടിൻ്റെ ചാർജസ് ആരംഭിക്കുന്നത്. ഇത് ആക്ച്വലി സീസണിലാണ്, അപ്പോൾ സീസണൽ വേരിയേഷൻസ് ഉണ്ടാകാം. ഈ പാക്കേജിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിക്കപ്പ്, ഡ്രോപ്പ് ഓഫ് ഒക്കെ ഇൻക്ലൂഡ് ആണ്. എ ഫ്രെയിം കൂടാതെ ഇവിടെ വ്യൂ പോയിന്റ്, ബിഗ് റൂം, റോക്ക് റൂം, റൗണ്ട് റൂം എന്നിങ്ങനെ 4 തരം റൂംസും കൂടിയുണ്ട്. തികച്ചും ഫോറസ്റ്റ് ആംബിയൻസിൽ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഫോസിൽ 900 വുഡ്സ്. വയനാട് 900 കണ്ടിയിൽ ഒരു അടിപൊളി ക്യാമ്പിംഗ് ആയാലോ. 900 കണ്ടിയിലെ സ്പിനോറ റിസോർട്ടിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെ 2 തരം റൂമുകളാണുള്ളത്. ഒരു ട്രീ ഹൗസും ഒരു കോട്ടേജും. ട്രീ ഹൗസ് ആണെങ്കിൽ ട്രാൻസ്പെറൻറ്റ് റൂഫോട് കൂടി വരുന്ന ഒരു ട്രീ ഹൗസ് ആണ്. കോട്ടേജിന് 6000 രൂപയും ട്രീ ഹൗസിന് 7000 രൂപയുമാണ് വരുന്നത്. 2 പേർക്കുള്ള ചാർജാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ടെൻറ്റ് സ്റ്റേയും ഡോർമിറ്ററി സ്റ്റേയും കൂടി ഇവിടെ ലഭ്യമാണ്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, സ്നാക്സ്, ക്യാമ്പ് ഫയർ, ട്രക്കിംഗ് ഒക്കെ ഇൻക്ലൂഡ് ആണ്. അതുകൂടാതെ വൈകുന്നേരം 4 മണിക്കുള്ള ഒരു റിവർ ചേസിങ്ങും ഇവിടുത്തെ പാക്കേജിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. തീർച്ചയായും ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ചിൽ പ്രോപ്പർട്ടി തന്നെയാണ് സ്പിനോറ റിസോർട്ട്. വയനാട് വൈത്തിരിയിൽ ഒരു ലക്ഷറി സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോർട്ടാണ് വൈന ഹില്ലോക്ക് റിസോർട്ട്. മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളും പിന്നെ സിപ്പ് ലൈൻ ആക്ടിവിറ്റീസും ഒക്കെ ഈ റിസോർട്ടിലെ പാക്കേജിന്റെ ഭാഗമാകുന്നു. ഒരു കോട്ടേജിന് 6000 രൂപയും മറ്റൊരു കോട്ടേജിന് 8500 രൂപയുമാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. റൂമിലെ ലക്ഷറിക്കപ്പുറം റൂമിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള ഫോറസ്റ്റ് വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. സ്വിമ്മിംഗ് പൂൾ കൂടാതെ ഇവിടെ കിഡ്സ് പാർക്ക്, ജിം, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ലഭ്യമാണ്. തികച്ചും ഒരു ഫാമിലി പ്രോപ്പർട്ടിയാണ് വൈന ഹില്ലോക്ക് റിസോർട്ട്. ധൈര്യമായി നിങ്ങൾക്ക് ഇവിടത്തേക്ക് വരാം. വയനാട് കൽപ്പറ്റയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഒരു ഫോറസ്റ്റ് ആംബിയൻസിൽ ലക്ഷറി സ്റ്റേ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കോഫി ഏക്കേഴ്സ് റിസോർട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. സിംഗിൾ കോട്ടേജ്, ട്വിൻ കോട്ടേജ്, ട്രീ ഹൗസ് എന്നിങ്ങനെ 3 തരത്തിലുള്ള കോട്ടേജുകളാണ് ഇവിടെയുള്ളത്. വീക്ക് ഡേയ്സിൽ 5000വും വീക്കെൻഡിന് 5500 രൂപ മുതലാണ് ഇവിടുത്തെ ചാർജസ് ആരംഭിക്കുന്നത്. മനോഹരമായ 5500 രൂപ കപ്പിൾ റേറ്റിന് വരുന്ന ഒരു ട്രീ ഹൗസും ഇവിടെ ലഭ്യമാണ്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടുന്നുണ്ട്. ഫെസിലിറ്റീസ് ആയിട്ട് ഇവിടെ സ്വിമ്മിംഗ് പൂൾ, സിപ്പ് ലൈൻ ഒക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നതാണ്. കാപ്പിത്തോട്ടവും വലിയ വലിയ മരങ്ങൾക്കിടയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അടിപൊളി സ്റ്റേ തന്നെയാണ് കൽപ്പറ്റയിലുള്ള കോഫി ഏക്കേഴ്സ് റിസോർട്ട്. വയനാട് കൽപ്പറ്റയിലുള്ള ഒരു ഫാമിലി പ്രോപ്പർട്ടിയാണ് സിൽവൻ റിസോർട്ട്. 4 തരത്തിലുള്ള റൂമുകളാണ് ഇവിടെ ലഭ്യമാകുന്നത്. 3500 രൂപ വരുന്ന നോൺ AC റൂമുകളും 5500 രൂപ വരുന്ന AC റൂമുകളുമാണ് ഇവിടെ ലഭ്യമാകുന്നത്. ഇതിൽ തന്നെ എയർ കണ്ടീഷൻഡായ ഫോറസ്റ്റ് വ്യൂ റൂമുകളും ബാൽക്കണി റൂമുകളും ലഭ്യമാകുന്നുണ്ട്. ടോട്ടലായി 25 പേർക്ക് കപ്പാസിറ്റിയുള്ള 6 റൂമുകളാണ് ഇവിടെ വരുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീനായ റൂമുകൾക്കപ്പുറം നല്ല ഫോറസ്റ്റ് ആംബിയൻസും മൗണ്ടെയിൻ വ്യൂവും ഒക്കെ ലഭ്യമാകുന്ന റൂമുകളാണ് ഇവിടെയുള്ളത്. അതുകൂടാതെ ഒരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂളും ഈ റിസോർട്ടിൻ്റെ അകത്തുണ്ട്. ഫോറസ്റ്റ് ആംബിയൻസിൽ പ്രൈവറ്റ് പൂളോട് കൂടിയുള്ള റൂമിൽ താമസിക്കുന്നതിൽ പേര് കേട്ട ഒരു പ്രോപ്പർട്ടിയാണ് മേപ്പാടിയിലുള്ള കോഫി കൗട്ടി റിസോർട്ട്. പ്ലഞ്ച് പൂൾ കോട്ടേജും പ്രൈവറ്റ് പൂൾ കോട്ടേജുകളുമായി 3 തരത്തിലുള്ള റൂമുകളാണ് ഇവിടെ ഉള്ളത്. 6900 രൂപ മുതൽ റൂമുകളുടെ ചാർജ് ആരംഭിക്കുന്നു. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഒരു കോഫി എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയും നല്ല വിഷ്വൽസും നമ്മളെ ഇവിടെ വരവേൽക്കും.
വയനാട് അരണമലയിലുള്ള ഒരു ടെന്റ് സ്റ്റേ ആണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. 1800 രൂപയാണ് ഒരാൾക്ക് ഇതിന് ചാർജ് വരുന്നത്. 6 കിലോമീറ്റർ ദൂരത്ത് നിന്നുള്ള പിക്കപ്പും ഡ്രോപ്പ് ഓഫും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ക്യാമ്പ് ഫയറും പിന്നെ സ്ട്രീം ഹൈക്കും ഒക്കെ വരുന്ന ഒരു പാക്കേജാണിത്. നിങ്ങൾ വരുന്നത് കുടുംബസമേതമാണെങ്കിലും സുഹൃത്തുക്കളുടെ കൂടെയാണെങ്കിലും തീർച്ചയായും ഒരു കാടിൻ്റെ നടുവിൽ ടെന്റ് സ്റ്റേക്ക് എത്തി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്. രാത്രിയാകുമ്പോഴുള്ള കാടിൻ്റെ നിശബ്ദതയിൽ നല്ല തണുത്ത കാറ്റും കൊണ്ട് ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്ത് നല്ല ഭക്ഷണവും കഴിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കുന്ന സുഖം അത് മറ്റൊന്ന് തന്നെയാണ്. വയനാട് ഇരുളം എന്ന ഭാഗത്ത് ഒരു ഫോറസ്റ്റ് ആംബിയൻസോടെ നല്ലൊരു ബഡ്ജറ്റ് സ്റ്റേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കെവേൺ റിസോർട്ടിലേക്ക് വരാം. ഇവിടെ കേവ് റൂം, പില്ലർ റൂം, ഡീലക്സ് റൂംസ് എന്നിങ്ങനെ 3 തരത്തിലുള്ള അക്കോമഡേഷൻസ് ആണുള്ളത്. കേവ് റൂമിനും പില്ലർ റൂമിനും 4000 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഈ റിസോർട്ടിൻ്റെ അകത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ, ഒരു പോണ്ട്, ഒരു സ്ട്രീം, ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്നിവയുണ്ട്. കേവ് റൂംസ് തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ബാൽക്കണിയോട് കൂടെ താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പില്ലർ റൂംസ് തിരഞ്ഞെടുക്കാം. നല്ലൊരു ഫോറസ്റ്റ് വൈബോടെ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ് ഇരുളം ഭാഗത്തുള്ള കെവേൺ റിസോർട്ട്. വയനാട് 900 കണ്ടിയിലുള്ള ഒരു ഇക്കോ റിസോർട്ടാണ് 900 വുഡ്സ് ഇക്കോ റിസോർട്ട്. 900 കണ്ടി ഫോറസ്റ്റിലെ കൂടിയുള്ള ഒരു ജീപ്പ് ട്രക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ഈ റിസോർട്ടിലേക്ക് എത്തിച്ചേരാൻ. അതിൻ്റെ ചാർജ് അടക്കമാണ് ഈ റിസോർട്ടിൻ്റെ പാക്കേജിൽ വരുന്നത്. 5 തരത്തിലുള്ള അക്കോമഡേഷനാണ് ഇവിടെയുള്ളത്. ബാംബു കോട്ടേജ്, ഫാമിലി കോട്ടേജ്, ജംഗിൾ കോട്ടേജ്, ഡോർമിറ്ററി, ടെന്റ് സ്റ്റേ എന്നിവയാണിത്. 900 കണ്ടിയിൽ സ്വിമ്മിംഗ് പൂളുള്ള ചുരുക്കം ചില റിസോർട്ടുകളിൽ ഒന്നാണ് 900 വുഡ്സ് ഇക്കോ റിസോർട്ട്. ബാംബു കോട്ടേജിനും ഫാമിലി കോട്ടേജിനും 5800 രൂപയും ജംഗിൾ കോട്ടേജിന് 7000 രൂപയുമാണ് ചാർജ് വരുന്നത്. ഡോർമിറ്ററി സ്റ്റേ ആയാലും ടെന്റ് സ്റ്റേ ആയാലും പെർ ഹെഡിന് 1900 രൂപയാണ് ചാർജ് വരുന്നത്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ക്യാമ്പ് ഫയർ, ഫോറസ്റ്റ് ട്രക്കിംഗ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്.